it's your birthday and you have the celebration coming in. So please vote, and if you haven't, especially this is open till 8 p.m. So please come and cast your vote. ഹോളിവുഡിൽ പോയി ക്രിസ്മസ് തൂക്കി ഉണ്ണിയേട്ടൻ പാൻ ഇന്ത്യൻ തരംഗമായി. ചിത്രം 100 കോടി പിന്നിട്ട് കഴിഞ്ഞു. ഹിന്ദി പതിപ്പിനു മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. ഇതിനു മുൻപ് അനിമൽ ആയിരുന്നു കത്തിക്കയറിയ സിനിമ. അതാണ് ഇപ്പോൾ ഉണ്ണിയേട്ടൻ തകർത്തത്. എന്നാൽ ഇപ്പോൾ അനിമൽ താരം രൺബീർ കപൂർ മാർക്കോ സിനിമ കണ്ടു പ്രതികരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങും മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് മാർക്കോ. മൂന്നാമത്തെ ശനിയാഴ്ച ഗംഭീര കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ 50 കോടിക്ക് അടുത്താണ് മാർക്കോ നേടിയിരിക്കുന്നത്. ആഗോളതലത്തിൽ 82 കോടിയോളം രൂപയാണ് മാർക്കോ നേടിയിരിക്കുന്നത്. വയലൻസ് ചിത്രങ്ങളുടെ ബെഞ്ച് മാർക്ക് എന്ന പേരിൽ വിശേഷണം നേടുകയാണ് മാർക്കോ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദിനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത മാർക്കോ മൂന്നാമത്തെ ശനിയാഴ്ച ഗംഭീര കളക്ഷനാണ് നേടിയിരിക്കുന്നത്. കേരളത്തിലടക്കം ചിത്രത്തിന്റെ കളക്ഷൻ നേരിടുന്ന ക്ഷീണം ബോളിവുഡിലും ഓവർസീസിലും നേടിയാണ് മാർക്കോ മുന്നോട്ട് പോകുന്നത്. അതായത് മൂന്നാമത്തെ ശനിയാഴ്ച ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 2.75 കോടിയാണ് ആദ്യ കണക്കുകൾ പ്രകാരം നേടിയിരിക്കുന്നത്. ഹിന്ദി പതിപ്പ് 1.25 കോടിയാണ് നേടിയത്. അതേസമയം ക്രിസ്മസ് റിലീസായ വൻ ബജറ്റ് പടം ബേബി ജോൺ വെറും 80 ലക്ഷം മാത്രമാണ് നേടിയത്. ഇതുവരെ ഇന്ത്യയിൽ 50 കോടിക്ക് അടുത്താണ് മാർക്കോ നേടിയിരിക്കുന്നത്. മൂന്നാം ഞായറാഴ്ചയിലെ കണക്കും എത്തുന്നതോടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 50 കോടി മാർക്കോ നേടും എന്ന് കരുതപ്പെടുന്നത്. ഹിന്ദി പതിപ്പിൽ മാത്രം 10 കോടിക്ക് മുകളിൽ മാർക്കോ പ്രതീക്ഷിക്കുന്നു. ഇതിനകം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പായി മാർക്കോ മാറിയിട്ടുണ്ട്.